ഡാർക്ക് എന്നൊരു സീരീസ് കാണാത്തവരായിട്ട് ആരും കാണത്തില്ല. വൺ ഓഫ് ദ കിഡിലം സീരീസ് ആണ്. ആ ഒരു സീരീസിന്റെ പ്രസന്റേഷനും ആ ഒരു സ്റ്റോറി ലൈനും ക്യാരക്ടേഴ്സും ആ ഒരു സൈഫൈ എലമെന്റും എല്ലാം വേറെ ലെവലായിരുന്നു. എക്സാക്ട് അതുപോലെ അല്ലെങ്കിലും ആ ഒരു സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ ആ ഒരു ടൈം ട്രാവൽ ടൈം ലൂപ്പ് എന്നൊരു കോൺസെപ്റ്റിനെ വളരെ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുള്ള ഒരു സീരീസ് ആണ് ബോഡീസ് എന്ന് പറയുന്നത്. ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ആയിട്ടുണ്ട്. ഈ ഒരു സീരീസ് ഞാൻ സജസ്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സ്റ്റോറി ലൈൻ ആണ്. കാരണം അത്രമാത്രം എൻഗേജിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. ആ ഒരു 8 എപ്പിസോഡുള്ളൂ. ആ ഒരു 8 എപ്പിസോഡും അത്രമാത്രം എൻഗേജിംഗ് ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റോറി ലൈൻ തന്നെയാണ്. അതായത് 2023 പ്രസന്റ് ടൈമിൽ ലണ്ടനിലെ ലോങ് ഹാർവസ്റ്റ് ലൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ സ്പേസിൽ ഒരു ഡെഡ് ബോഡി കിട്ടും, നേക്കഡ് ആയിട്ടുള്ള. സോ ആ ഒരു ഡെഡ് ബോഡിനെ കുറിച്ച് ഒരു പോലീസ് ഓഫീസർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഈ ഡെഡ് ബോഡി എങ്ങനെയാണ് ഇവിടെ വന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക് സ്റ്റോറി എന്താണ്, അല്ലെങ്കിൽ ആരാണ് ഇയാളെ കൊന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. സോ ഇതാണ് എൻഗേജ് ചെയ്യിപ്പിക്കുന്ന സ്റ്റോറി ലൈൻ എന്ന് വെച്ചാൽ. ഇത് മാത്രമല്ല, ഇതേപോലെ 1941 ഒരു ഡെഡ് ബോഡി കിട്ടും ലണ്ടനിലെ ലോങ് ഹാർവസ്റ്റ് ലൈനിൽ സെയിം പ്ലേസിൽ നേക്കഡ് ആയിട്ട്. സോ അന്നത്തെ ഒരു പോലീസ് ഓഫീസർ ഡെഡ് ബോഡി കണ്ടുപിടിക്കുകയും ഈ ഡെഡ് ബോഡിക്ക് ബാക്കിലുള്ള ബാക്ക് സ്റ്റോറിയും അല്ലെങ്കിൽ ഡെഡ് ബോഡി എങ്ങനെയാണ് ഇവിടെ എത്തിയത്, അല്ലെങ്കിൽ ആരാണ് ഈ മർഡർ ചെയ്തതെന്നൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മുന്നോട്ട് പോകും. ഇതേപോലെ 1890 ലണ്ടനിലെ ലോങ് ഹാർവസ്റ്റ് ലൈനിൽ പർട്ടിക്കുലർ സ്പേസിൽ ഒരു ഡെഡ് ബോഡി കിട്ടും, നേക്കഡ് ആയിട്ടുള്ള. സോ ആ ടൈമിലുള്ള ഒരു പോലീസ് ഓഫീസർ അത് കണ്ടുപിടിക്കുകയും സോ അതിനുശേഷം ആ ഡെഡ് ബോഡിയുടെ ബാക്ക് സ്റ്റോറിയും അല്ലെങ്കിൽ ആരാണ് മർഡർ ചെയ്തതെന്നൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മുന്നോട്ട് പോകും. സോ ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല. 2053 അതായത് നമ്മുടെ ഫ്യൂച്ചറിൽ ലണ്ടനിലെ ലോങ് ഹാർവസ്റ്റ് ലൈനിൽ പർട്ടിക്കുലർ സ്പേസിൽ ഒരു ഡെഡ് ബോഡി കിട്ടും, നേക്കഡ് ആയിട്ടുള്ള. സോ ആ ടൈമിലുള്ള ഒരു പോലീസ് ഓഫീസർ അത് കണ്ടുപിടിക്കുകയും സോ അതിനുശേഷം ആ ഡെഡ് ബോഡിയുടെ ബാക്ക് സ്റ്റോറിയും അല്ലെങ്കിൽ ആരാണ് മർഡർ ചെയ്തതെന്നൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മുന്നോട്ട് പോകും. സോ ഇതാണ് ആ ഒരു സീരീസിന്റെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോറി ലൈനെ വളരെ അടിപൊളിയായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കിഡിലുമായിട്ടാണ് ഓരോ കാര്യങ്ങളും, ഓരോ ടൈം പീരിയഡ്സും ആ ടൈം പീരിയഡ്സുള്ള ക്യാരക്ടേഴ്സും അവരുടെ സ്റ്റോറി ലൈനൊക്കെ കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഓരോ ടൈം പീരിയഡ് ഞാൻ പറയുമ്പോൾ തന്നെ ആ ഒരു ഇയർ കാണിച്ചിട്ട് ആ ഇയറിന്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു ടൈം പീരിയഡിലുള്ള ക്യാരക്ടേഴ്സ് അവരുടെ സ്റ്റോറീസ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഓരോ ക്യാരക്ടേഴ്സ് കണക്ട് ചെയ്ത് എങ്ങനെയാണെന്നൊക്കെ വളരെ അടിപൊളിയായിട്ട് കാണിക്കും. പിന്നീട് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഓരോ ടൈം പീരിയഡിലെ ക്യാരക്ടേഴ്സും അവരുടെ ഇവന്റ്സും അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കണക്ഷൻസ് ഒക്കെ ഒരു ടൈം ലൈനിൽ കണക്ട് ചെയ്ത് പോകുന്നതാണ്. അതൊക്കെ വളരെ അടിപൊളിയാണ്. ഈ ഒരു സീരീസ് ഒരു ടൈം ട്രാവൽ ആണോ അല്ലെങ്കിൽ ഒരു ടൈം ലൂപ്പ് ആണോ അല്ലെങ്കിൽ ഒരു ടൈം ഡയമെൻഷൻ ആണോ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് ഒരു 8 എപ്പിസോഡുള്ള സീരീസ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റോറി സംസാരിക്കുന്നത് മറ്റേ വലിച്ചു നീട്ടിയൊന്നും കൊണ്ടുപോകുന്നില്ല. ആദ്യത്തെ ഒരു എപ്പിസോഡിൽ തന്നെ എന്താണ് സ്റ്റോറി ലൈൻ, അല്ലെങ്കിൽ എന്താണ് ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കണക്ഷൻസ് എന്താണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഏത് ടൈം പീരിയഡിലാണെന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും വളരെ എൻഗേജിംഗ് ആയിട്ടും വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു, ആ ഒരു ഡാർക്ക് പോലത്തെ ഒരു എക്സാക്ട് സ്റ്റോറി അല്ലെങ്കിലും അതുപോലെ സംസാരിക്കുന്ന സീരീസ് ആണെന്ന് വെച്ചിട്ട് ആ ഒരു ലെവൽ ഓഫ് വിഷ്വൽ എഫക്ട്സും അല്ലെങ്കിൽ മറ്റേ CGI വർക്കും അങ്ങനെയൊന്നുമില്ല. ഈ ഒരു സീരീസിലോട്ട് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഈ ക്യാരക്ടേഴ്സും ആ ഒരു ടൈം പീരീഡിൽ വെച്ചാണ് സംസാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുന്നെങ്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ക്യാരക്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ സിറ്റുവേഷൻസും അല്ലെങ്കിൽ അവരുടെ ഇവന്റ്സ് ഒക്കെ കണക്ട് ചെയ്താണ് സംസാരിക്കുന്നത്. സോ അതൊക്കെ നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. പിന്നീട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ പല ഡിഫറെന്റ് ടൈം പീരീഡിൽ നടക്കുന്ന സ്റ്റോറിയാണ്. സോ ആ ഡിഫറെന്റ് ടൈം പീരീഡ്സിലുള്ള ഓരോ കാര്യങ്ങളും വളരെ അടിപൊളിയായിട്ടാണ് ഈ ഒരു സീരീസിൽ കാണിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർട്ട് വർക്കൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ വളരെ അടിപൊളിയാണ്. നമ്മുടെ ഇപ്പോൾ 2023 സ്റ്റോറി പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ടൈമിൽ ജീവനോടെ ഇരിപ്പുള്ളതുകൊണ്ട് നമുക്കറിയാം ഇപ്പോഴത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അതുപോലെ തന്നെ ഒരു ടൈം പീരീഡ് സംസാരിക്കുന്നതാണ് 2053 ഫ്യൂച്ചറാണ്. സോ അന്നത്തെ ഫ്യൂച്ചറിസ്റ്റിക് കാർസും ബിൽഡിങ്സും ക്ലോത്തും അന്നത്തെ ആൾക്കാരുടെ വീടും അവരുടെ അപ്പോഴത്തെ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 100 വർഷം ബാക്കിൽ ഒരു 1980 അന്നത്തെ ആൾക്കാർ എങ്ങനെയായിരുന്നു, അവരുടെ ഡ്രസ് കോഡും അല്ലെങ്കിൽ ആ ബിൽഡിങ്സും ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 1941 വരുമ്പോഴും അന്നത്തെ ബിൽഡിങ്സും അന്നത്തെ ക്യാരക്ടേഴ്സും ക്ലോത്തും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അതും ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് മറ്റേ വാറൊക്കെ നടക്കുന്ന സമയമാണ്. സോ വാറിന്റെ സീക്വൻസും അതൊക്കെ അടിപൊളിയായിട്ടാണ്. ഓരോ ടൈം പീരീഡിൽ എന്താണോ കാര്യം അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത് നമ്മൾ പോലും ആ ഒരു ടൈം ലൈനിലാണ് തോന്നിപ്പോൾ. അങ്ങനത്തെ രീതിയിലാണ് ഓരോ ടൈം ലൈൻസും അല്ലെങ്കിൽ ഓരോ ടൈം പീരീഡ്സും പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഓരോ ടൈം പീരീഡ്സിലുള്ള സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ആ ഒരു ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിലുള്ള ഒരു ക്യാരക്ടറിനെ മെയിൻലി ഫോക്കസ് ചെയ്തിട്ട് അവരുടെ POVയിലാണ് ഈ ഒരു സീരീസ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു 8 എപ്പിസോഡുള്ള ഒരു സീരീസ് ആണ്. അതിൻ്റെ അകത്ത് തന്നെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ വലിച്ചു നീട്ടിയിട്ട് ഒരുപാട് സീസണായിട്ടോ ഒരുപാട് എപ്പിസോഡായിട്ടൊന്നും ഇല്ല. സോ ഒറ്റ സീസണേ ഉള്ളൂ, 8 എപ്പിസോഡോ. ഓരോ എപ്പിസോഡോ ഒരു 1 hour 50 minutes ഒക്കെ ഉള്ളൂ. സോ ആ ഒരു ടൈം പീരീഡിന്റെ അകത്ത് കാണാൻ പറ്റിയ ഒരു യുണീക്ക് ആയിട്ടുള്ള സ്റ്റോറി സംസാരിക്കുന്ന അടിപൊളി സീരീസ് ആണ് ബോഡീസ്. സോ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും കണ്ടു നോക്കുക. ഓൾറെഡി കണ്ടവരാണെങ്കിൽ ഈ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.